എൻ്റെ കല്യാണം കഴിഞ്ഞ് പാചക ജീവിതം തുടങ്ങിയപ്പോൾ വെയിറ്റ് കല്യാണം കഴിയുമ്പോൾ വിവാഹ ജീവിതമല്ലേ തുടങ്ങുക? ഏ കൺഫ്യൂഷൻ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് വരും ഇതുവഴി പോകാം. അപ്പോൾ വിവാഹ ജീവിതം തുടങ്ങി, അല്ല സോറി, പാചക ജീവിതം തുടങ്ങി. അപ്പോൾ ആ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചത് ഈ കനം കുറഞ്ഞ പാത്രത്തിൻ്റെ ഒരാവശ്യവും ഇല്ല എന്നാണ്. പക്ഷേ കാലക്രമേണ എക്സ്പീരിയൻസ് ആയി വന്നപ്പോഴത്തേനും ആ അഭിപ്രായം എനിക്കൊന്ന് മാറ്റേണ്ടി വന്നു. ദിസ് ഇസ് ഗാഡ്സി. വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഈ ചൈനീസ് വോക്ക് എന്ന് പറയുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, നൂഡിൽസും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, അല്ലാണ്ടും ചില കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടി വരും. എന്താണെന്ന് ഞാൻ പറയാം. സ്റ്റിയർ ഫ്രൈ പോലെയുള്ള ചില റെസിപ്പീസിന് ഇത് നല്ലതാണ്. കാരണം ചില വിഭവങ്ങളൊക്കെ പെട്ടെന്ന് ചൂട് കയറണം, അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും വേണം. ഇല്ലെങ്കിൽ അത് കട്ടിയുള്ള പാത്രങ്ങളാണെങ്കിൽ നമ്മൾ അത് ഓഫ് ചെയ്തതിന് ശേഷവും അവിടെ ഇരുന്ന് അതൊന്ന് വേകും. അപ്പൊ ഇങ്ങനെ ഉതിർന്ന് കിടക്കേണ്ട ഒരു റെസിപ്പിയൊക്കെ ആണെങ്കിൽ അതിങ്ങനെ ഒട്ടിയിരുന്ന് ആകെപ്പാടെ അതിന്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും, പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് കിട്ടില്ല. പിന്നെ ഇതുപോലത്തെ ഫ്രൈഡ് റൈസും ഇതുപോലത്തെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾ കൂടുതലായി ഫ്രീക്വന്റ് ആയിട്ട് വീട്ടിൽ പാചകം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് അനുയോജ്യമായ ഒരു സൈസും വേണ്ടി വന്നേക്കാം. കൊറോണ കാലത്ത് അതൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് മെച്ചപ്പെട്ട് വരുന്ന നേരത്ത് ചൈനീസ് ആണോ ഒരു നോർത്ത് ഈസ്റ്റ് പെണ്ണാണോ പലചരക്കടയിൽ സാധനം മേടിക്കാൻ എത്തിയപ്പോൾ ഒരു അപ്പാപ്പൻ അവരുടെ മുഖത്തിട്ട് ഒരൊറ്റ അടി. നീയൊക്കെ കാരണമല്ല ഇപ്പൊ ലോകം മുഴുവൻ പ്രശ്നമായതെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചൈനീസ് വോക്കിനോട് മനസ്സിൽ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ നമ്മുടെ ഭാഷയിൽ ചൈനീസ് ചീനച്ചട്ടി അതങ്ങോട്ട് മാറ്റി വെച്ചോളൂ, കാരണം നമുക്ക് ഉപകാരപ്പെടും. അപ്പോ ഈ നല്ല കട്ടിയുള്ള പാത്രം മാത്രമല്ല, നല്ല നേരിയ പാത്രങ്ങളും കുറച്ചൊക്കെ നമ്മുടെ അടുക്കളയിൽ അത്യാവശ്യം തന്നെയാണ്. ഓരോ റെസിപ്പീസിനും അതിന് യോജിച്ചതായ പാത്രങ്ങൾ നമ്മുടെ അടുക്കളയിൽ നിന്നും പുതിയതായിട്ട് മേടിക്കുമ്പോഴും നമ്മൾ നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളത് പാചകത്തെ സംബന്ധിച്ച് ഒരു പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി പാത്രം സെലക്ട് ചെയ്യാനും ദോശക്കല്ല് സെലക്ട് ചെയ്യാനും പിന്നെ ഒരുപാട് നമ്മുടെ ഗ്യാസ് LPG ലോസ് ഒഴിവാക്കാൻ പറ്റുന്ന ഇങ്ങനെയുള്ള കുറച്ച് നല്ല യൂസ്ഫുൾ ടിപ്സ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഫുള്ള് മലയാളത്തിൽ പറയാട്ടോ. കണ്ടതിൽ വളരെ അധികം നന്ദി. വീണ്ടും കാണാം നല്ല ഒരു വീഡിയോന്. എന്താ മലയാളത്തിൽ പറയാ? പ്ലീസ് കമന്റ് ബിലോ. ഓക്കെ, സോ അത്രേ ഉള്ളൂ. വീണ്ടും കാണാം.